ഹലോ ഹോൾ വെൽക്കം ബാക്ക് റോക്ടോ ടോക്സ്. ഇന്നലെ എന്താ പറയാ, ചെന്നൈയിലെ ആരാധകന് വൻ നിരാശ. പക്ഷെ ചെന്നൈ ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ട്, മുംബൈനായിട്ട് ഇതിനും കുറഞ്ഞ റണ്ണിൽ തോറ്റിട്ടുണ്ട്. അത് കാരണം അതിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ മൊത്തത്തിൽ 5 കളി തോക്കുകയാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു 5 കളി തോക്കുന്നത്. അങ്ങനെ അരുണിന്റെ ചെന്നൈ ഫാൻ ബോയ് ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ഒരുപാട് സംഭവങ്ങൾ. അരുൺ അരുൺ വൈകാരികമായി തളർന്നു പോയി എന്ന് കേട്ടു. ഏകദേശം 900 ദിവസങ്ങൾ, അതായത് ഏകദേശം ഒരു 3 വർഷ കാലയളവിന് ശേഷം ധോണി വീണ്ടും ക്യാപ്റ്റനായിട്ട് ചെന്നൈക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു മത്സരമായിരുന്നു ഇന്നലത്തെ. പക്ഷെ അതിൻ്റെതായിട്ടുള്ള യാതൊരുവിധ എക്സൈറ്റ്മെന്റും ഒരാളിലും ഞാൻ കണ്ടില്ല. അതായത് ധോണി ക്യാപ്റ്റനായി വരുന്നു, ഋതുരാജിന് പരിക്കേൽക്കുന്നു. ഋതുരാജിന് പരിക്കേറ്റു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഇനിയുള്ള ഈ സീസണിന്റെ ബാക്കി അവസ്ഥ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ധോണി ക്യാപ്റ്റൻ ആവുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലും കാര്യമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞു കൊൽക്കത്തയുള്ള മത്സരം, അവരുടെ ബാറ്റിംഗ് ഡെപ്ത് കാര്യങ്ങൾ, പിന്നെ ജയ്പോക്കിൽ അവർക്കുള്ള സ്പിന്നേഴ്സ് അഡ്വാൻറ്റേജ്, തീർച്ചയായിട്ടും ചെന്നൈ തോക്കും എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇന്നലത്തെ മത്സരം സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി. കാരണം ചെന്നൈ ടീം ഇത്രയും ദാരുണമായിട്ട് ഹോം ഗ്രൗണ്ടിൽ തോക്കുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കണ്ട് ശീലിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ശീലമായിക്കോളും. അപ്പോൾ ഇന്നലത്തെ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദ് ഇല്ല. ആദ്യം തന്നെ ഞാൻ പറയേണ്ട ഒരു കാര്യം, ഋതുരാജ് ഗെയ്ക്വാദ് എന്ന് പറയുന്ന പ്ലെയർ ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് സൈക് റഷീദിന് ഒരു ചാൻസ് കൊടുത്തില്ല എന്നുള്ളതാണ്. സൈക് റഷീദ് എന്ന് പറയുന്ന പ്ലെയർ അണ്ടർ-19 അത്രയും മികച്ച രീതിയിൽ കളിച്ച പ്ലെയർ, അദ്ദേഹത്തോടൊപ്പം കളിച്ച ബാക്കി പ്ലെയേഴ്സ്, ഇപ്പോൾ രഘുവംശിയെ പോലത്തെ പ്ലെയേഴ്സൊക്കെ ബാക്കി ടീമുകൾ കൊൽക്കത്തയിലൊക്കെ അവരുടെ ലെവലിൽ പെർമനന്റ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അതേ സ്ഥാനത്ത് സൈക് റഷീദ് ഇവിടെ വെള്ളം കൊടുക്കാൻ നിൽക്കുകയാണ് കഴിഞ്ഞ 1-2 വർഷമായിട്ട്. നിങ്ങൾ ഈ ഫോം ഔട്ട്, അത്രയും ഫോം ഔട്ടാണ്, യാതൊരുവിധ ഒരു പ്രൊഡക്റ്റീവും അല്ലാന്ന് ഉറപ്പുള്ള ഹൂഡയ്ക്ക് വീണ്ടും ചാൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ത്രിപാഠിക്ക് വീണ്ടും ചാൻസ് കൊടുക്കുന്നു, വിജയ് ശങ്കർ കളിക്കുന്നു. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലെയറെ മാറ്റി സൈക് റഷീദിന് ഒരു ചാൻസ് കൊടുക്കുക എന്നല്ല, അത് വീണ്ടും അതേ പ്ലെയേഴ്സിനെ വെച്ച് തന്നെ വീണ്ടും കളിപ്പിക്കുക. അപ്പോൾ അതും വളരെ മോശം സമീപനമായിട്ട് എനിക്ക് തോന്നി. ഇന്നലെ അൻഷിൽ കാംബോജിന് അവസരം കൊടുത്തു, എന്തോ ഭാഗ്യം. നമ്മൾ ഇപ്പോൾ ഈ IPL ഒരുപാട് മുമ്പ് തന്നെ ഒരു ലൈവിൽ അശ്വിൻ പറഞ്ഞൊരു പേരാണ് അൻഷിൽ കാംബോജ് എന്ന് പറയുന്ന പ്ലെയർ. അന്ന് നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത് തീർച്ചയായിട്ടും അദ്ദേഹം ലെവലിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പിന്നെ ആദ്യത്തെ കളികളൊന്നും അദ്ദേഹം ചാൻസ് കിട്ടിയില്ല. പിന്നെ മുകേഷ് ചൗധരിക്കാണ് പിന്നീട് ചാൻസ് കിട്ടുന്നത്. മുകേഷ് ചൗധരി നല്ല രീതിയിൽ അടി വാങ്ങി. ഇന്നലെയാണ് അൻഷിൽ കാംബോജിന് ചാൻസ് കിട്ടുന്നത് തന്നെ. പിന്നെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ ഒന്നും പറയാനില്ല, പതിവ് കാര്യങ്ങൾ തന്നെ, പതിവ് കാര്യങ്ങളുടെ ആവർത്തനം. അതിനേക്കാളും കുറച്ചുകൂടി കൂടിയ ഇന്റൻസിറ്റിയിൽ ടെസ്റ്റ് മത്സരം വൈബ് തന്നെയായിരുന്നു. ആദ്യത്തെ 5-6 ഓവറിൽ 30 റൺസൊക്കെയാണ് എടുക്കുന്നത്. ഓരോ ടീം 60-70 റൺസ് എടുക്കാന്ന് ആലോചിക്കണം മിനിമം. ആദ്യം ഗ്രൗണ്ടിന്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചില്ലേ? ആ നമ്മൾ കളിച്ചപ്പോൾ ഈ പിച്ചായിരുന്നില്ലല്ലോ എന്നൊക്കെയാണ് ഓരോരുത്തരുടെ ഓരോ. കാരണം ഭയങ്കര, അതായത് ആദ്യത്തെ 6 ഓവറിൽ ഒരു 30 റൺസൊക്കെ വരികയാണെങ്കിൽ ആ ടീം എത്രത്തോളം ഫൈനൽ റൺസ് വരും, 20 ഓവറിൽ വരും നമുക്ക് ആലോചിക്കാം. എസ്പെഷ്യലി ചെന്നൈ ടീം 10 ഓവറിൽ 60, 20 ഓവറിൽ 100. ഇത് ഇന്നലെ ഏകദേശം 60-നടുത്ത് ഡോട്ട് ബോളുകളാണ് ചെന്നൈ കളിച്ചേക്കുന്നത്. അത്രയും ഒരു 3-4 ഓവറിലെ ഗ്യാപ്പ് വരികയാണ് ഒരു ബൗണ്ടറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ODI മത്സരം എന്ന് പോലും പറയാൻ പറ്റില്ല, അത്രയും ഒരു പക്ക ടെസ്റ്റ് മത്സരം വൈബ് തന്നെ. അത് ലിറ്ററലി ടെസ്റ്റ് മത്സരം വൈബാണ് കിട്ടുന്നത് നമ്മുടെ ചെന്നൈയുടെ കളി കാണുമ്പോൾ. കാരണം ഒരു ബൗണ്ടറി പോലും ഒരു ഓവറിൽ വരാത്ത ഒരു T20 മത്സരം, എസ്പെഷ്യലി IPL കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ IPL നമുക്കറിയാം അത്രയും റൺസും കാര്യങ്ങളും ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് ചെന്നൈ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അതും ഒരു 10-20 ബോളുകളൊക്കെ ഒറ്റ ബൗണ്ടറി വരാതെ, അല്ലെങ്കിൽ 60ഓളം ഡോട്ട് ബോൾ, ഒരു ഇന്നിങ്സിൽ 60ഓളം ഡോട്ട് ബോൾ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് മരമാണ് ആൾക്കാർ വെച്ച്. ചെന്നൈയിൽ ചുറ്റും പിടിപ്പിക്കാൻ എനിക്ക് വേണ്ടിട്ട്. തോന്നുന്നു ഇനിയിപ്പോ ജയ്പോക്കിലെ മിക്കവാറും മരം വെച്ച് നടേണ്ടി വരും. കാരണം അത്രത്തോളം ചെന്നൈ അത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജൂൺ 5-ന് ചെന്നൈ ടീമിന്റെ ഇതുണ്ടാവും, ഒരു അഭിനന്ദന പ്രവാഹം ഉണ്ടാവും പരിസ്ഥിതി ദിനത്തിന്. ഇനി കൊൽക്കത്തയ്ക്ക് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നരേനൊക്കെ നല്ല ഫോമിൽ ബോൾ ചെയ്യാൻ തുടങ്ങി. വരുൺ ചക്രവർത്തി നല്ല ഫോമിലേക്ക് വന്നത് കൂടി ഭയങ്കര ഈ മാച്ചിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. അല്ല, അവർ ഓൾറെഡി ഫോമിൽ തന്നെയാണ്. പിന്നെ ചെന്നൈ സ്പിന്നേഴ്സിന് നല്ല അഡ്വാൻറ്റേജ് ആണ്. അപ്പം നമ്മുടെ സ്പിന്നേഴ്സിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് അവർ എറിഞ്ഞു എന്നുള്ളതാണ്. സുനിൽ നാരായണും വരുൺ ചക്രവർത്തി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അഭിരാമി മിഡിൽ ഓവേഴ്സിൽ നല്ല രീതിക്ക് നല്ല, നരേനൊക്കെ ആക്ച്വലി ഫീൽഡിൽ ഭയങ്കര ലേസിയാണ്. ഫീൽഡിൽ ഒരു ഇന്നലെ തന്നെ ക്യാച്ചൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫീൽഡിൽ ഭയങ്കര ലേസി ആണെങ്കിൽ പോലും ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഭയങ്കര ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക അദ്ദേഹം. ഇന്നലെ തന്നെ അടിപൊളിയായിട്ട് പന്തിൻ്റെ ടേണൊക്കെ കാണാൻ നരേനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെന്നൈ ബാറ്റ്സ്മാൻമാർ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന കാഴ്ച. ചെന്നൈ ചിയർ ലീഡേഴ്സ് അവിടെ റെസ്റ്റ് എടുക്കുന്നു, കളി കാണാൻ വന്നവർ ഉറങ്ങുന്നു, ചെന്നൈ ബാറ്റ്സ്മാൻമാർ തുഴയുന്നു.
നമ്മള് ഫാൻസ് ഇങ്ങനെ ബാക്കിയുള്ള ആളുകളുടെ മറ്റേ ഊപ്പ് കളിയാക്കലുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഈ ഒരു സീസണിൽ ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രതീക്ഷകളും ഇല്ല. സീസണ് മുമ്പേ തന്നെ പ്രതീക്ഷ വളരെ ഉം. കുറവായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ, അതായത് സ്ക്വാഡ് സ്ട്രെങ്ത്തിലല്ല എപ്പോഴും ചെന്നൈ ഉം. ജയിക്കാറുള്ളത്. ഇതുവരെ അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു ബിലീഫിൽ തന്നെ ആയിരിക്കണം അവർ ഇത്തവണയും ഈ ഒരു പാറ്റേൺ, അതായത് ഫോർമർ പ്ലെയേഴ്സ് അശ്വിൻ അല്ലെങ്കിൽ സാം കറൺ ഇവരൊക്കെ അത്രയും തുക കൊടുത്താണ് എടുക്കുന്നത്. ത്രിപാഠിനൊക്കെ 3 കോടിക്ക് എടുക്കുമ്പോൾ അവിടെ അശുതോഷ് ശർമ്മ പോകുന്നത് 3 കോടിക്കാണ്, വാഷിങ്ടൺ സുന്ദർ പോകുന്നത് 3 കോടിക്കാണ്, ഗ്ലെൻ ഫിലിപ്സിനെ പോലത്തെ പ്ലെയർ പോകുന്നത് 3 കോടിക്കാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഈ റേഞ്ചിൽ പോകുന്ന ബാക്കി കളിക്കാർ ആരൊക്കെയാണ്? അല്ലെങ്കിൽ വിജയ് ശങ്കറിനെയും ഹൂഡേനെയൊക്കെ എടുക്കുമ്പോൾ അൺക്യാപ്ഡ് ആയിട്ടുള്ള എത്രയോ പ്ലെയേഴ്സ്, ടാലൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. എനിവേ എന്തായാലും ഈ സീസൺ എനിക്ക് തോന്നുന്നു ചെന്നൈ അവരുടെ എൻ്റെ IPL ഹിസ്റ്ററിയിൽ ഇതുവരെ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടില്ല. 8 ടീമുള്ള ടൈമിൽ ലാസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സീസൺ ആ ഒരു നാണക്കേട് കൂടിയും കിട്ടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും ഒരു പ്ലെയറായിട്ട് നമ്മൾ കുറ്റം പറയാൻ നടത്തില്ല. എന്തായാലും ഖലീൽ അഹമ്മദ് അല്ലെങ്കിൽ നൂർ അഹമ്മദ് അത്തരത്തിലുള്ള പിക്സൊക്കെ വേർഷൻ നന്നായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാലും ബാറ്റിങ്ങിൽ കുറച്ചുകൂടി സ്പിന്നെറിഞ്ഞ് മാത്രം കളി ജയിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും ഇനിയും ചെന്നൈ ആരാധകരുടെ വൈകാരികമായ നിമിഷങ്ങൾ ഉം. നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ സീസൺ മൊത്തം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നമുക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് തരിക. നമ്മളൊന്ന് വളരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ആൻഡ് കമന്റ്.